കഴക്കൂട്ടം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയും നിലവിലെ MLA-യുമായ കടകംപള്ളി സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇത്തവണയും കഴക്കൂട്ടത്തൊരു ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. നിശ്ചയമായിട്ടും നല്ലൊരു ത്രികോണ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും എനിക്ക് യാതൊരു ആശങ്കയുമില്ല. കാരണം നന്നായിട്ട് തന്നെ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ തന്നെ വലിയ വിവാദങ്ങളൊക്കെ വന്നിരുന്നു. ഈ വിവാദങ്ങൾ പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ആശങ്ക അങ്ങനെ എന്തെങ്കിലും? എനിക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഉണ്ടാക്കിയ വിവാദമാണ് എന്നെക്കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടത്. സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് എന്നെക്കൂടെ ബന്ധപ്പെടുത്താൻ നടത്തിയ പരിശ്രമം എന്ന് പറയുന്നത് വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിനെ പ്രമാണിച്ച് തന്നെയാണ്. അത് ജനങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ കുറ്റം ചെയ്തത്, ആരായിരുന്നാലും ശരി, അവർ പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയും സംശയമില്ല. അതിനകത്ത് ബോധപൂർവം അക്കാലത്ത് ദേവസ്വം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ ഒരു സംഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പേര് കൂടെ അതിനകത്ത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം ഈ മണ്ഡലത്തിൽ എവിടെയും അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കട്ടെ, ഉപയോഗിച്ചാൽ എന്നെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിൽ വിഷയമൊന്നുമില്ല. കാരണം ഞാൻ 100% അക്കാര്യത്തിൽ നിഷ്കളങ്കനും നിരപരാധിയുമാണ്. എന്നെ ബോധപൂർവം അപമാനിക്കാൻ കരുതിക്കുട്ടി മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി BJP-യും കോൺഗ്രസും നടത്തുന്ന പരിശ്രമമാണെന്നെല്ലാം ഈ മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. 1% പോലും വിവാദങ്ങളൊന്നും ബാധിക്കില്ല. 7000-ൽ നിന്ന് 23,000 ആയിരുന്നു കഴിഞ്ഞ 21-ൽ. അതിനപ്പുറമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. 23,000-ൽ നിൽക്കത്തില്ല, 23,000-ന് മുകളിലായിരിക്കും ഇപ്രാവശ്യം എൻ്റെ ഭൂരിപക്ഷം. കാരണം അത്രയേറെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവനാണ് ഞാൻ 10 വർഷത്തിലൊരിക്കൽ വന്നിറങ്ങുന്ന ദേശാടന പക്ഷിയൊന്നുമല്ല. 5 വർഷം കൂടെ വരിക, ഒരു മാസക്കാരോട് താമസിക്കുക, മരണ വീടുകൾ അന്വേഷിച്ച് പോവുക, ചോദിച്ചു വാങ്ങുക, അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കഴിഞ്ഞ 40 വർഷമായി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമുണ്ട്. കഴിഞ്ഞ 10 വർഷം MLA മന്ത്രിയായിട്ട് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി 40 വർഷം എൻ്റെ പ്രവർത്തന മേഖല കഴക്കൂട്ടമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടെല്ലാം പ്രവർത്തനം നടത്തിയത്. ആ ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുമ്പോഴും കഴക്കൂട്ടത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്നത്. അതുകൊണ്ട് കഴക്കൂട്ടം എനിക്ക് പുതിയതായിട്ട് ഒരു സംഗതിയല്ല. ഞാനിങ്ങ് വടക്കുന്ന അടുത്തുനിന്ന് വന്ന് കയറിയ ഒരാളൊന്നുമല്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് ഇവരോടൊപ്പം വളർന്ന് വീടിൻ്റെ പട്ടിണിയിലും പരിവട്ടത്തിലും പ്രയാസത്തിലുമൊക്കെ ജീവിച്ച് മുന്നോട്ട് വന്ന ആളാണ്. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിയുന്നത്. മനസ്സിലായി, ഒരു 2 മുറി വീട്ടിൽ തന്നെയാണ് എൻ്റെ താമസം എന്ന് പറയുന്നത്. എൻ്റെ അനിയനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അത് പറയാൻ എനിക്കൊരു മടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. എങ്ങനെയായിരുന്നോ ഞാൻ അന്ന്, അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്ന്. അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പ്. ഇത്തവണയും വിജയം ആവർത്തിക്കും, ഭൂരിപക്ഷം നേരത്തേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കും. ആ ഒരു സാധ്യതയാണ്, ആ ഒരു ആത്മവിശ്വാസമാണ് തനിക്കുള്ളത് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.